പോയിട്ട് ഇത്രയും നേരമായിട്ടും വിവരമൊന്നും ഇല്ലല്ലോ അമ്മാമ്മേ. ഒരുപാട് കാലത്തിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്നതല്ലയോ. ജേഡിയാണെങ്കിൽ ജിഷക്കൊച്ച് സ്വന്തം മകളാണെന്നുള്ള സത്യം അറിയും. അതൊക്കെ എളുപ്പത്തിൽ കഴിഞ്ഞ് വരാനൊക്കുന്ന കാര്യങ്ങളാണോ? ഈ അമ്മാമ്മയ്ക്ക് എന്നതാ ഒരു വേവലാതി ഇല്ലാത്ത? അവർ വരാൻ വൈകും തോറും എൻ്റെ മനസ്സിലെ പേടി ജെ.ഡി. സാറിന് ഗീതയോട് വല്ല സഹതാപവും തോന്നി കാണുമെന്നാ. തോന്നുന്നെങ്കിൽ തോന്നട്ടെ. ഇനി എന്നതായാലും ജേഡി ഗീതയെ സ്വീകരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാലേ എൻ്റെ കുഞ്ഞിന് അവളുടേതായിട്ടുള്ളൊരു ജീവിതമുണ്ടാവൂ. ഇല്ലമ്മാമ്മേ, ജെ.ഡി. സാറിന് ഒരിക്കലും നാദര കുഞ്ഞിനെ മനസ്സിൽ നിന്ന് മാറ്റാൻ ഒക്കത്തില്ല. അമ്മാമ്മയെ കാണുന്നതല്ലയോ ജെ.ഡി. സാറിന് നാദര കുഞ്ഞിനോടുള്ള സ്നേഹം? ഒക്കെ കാണുന്നുണ്ട്. നാദിരെ വിട്ട് ജേഡി ഒരിക്കലും ഗീതയുടെ കൂടെ പോകത്തില്ല എന്നും അറിയാം. പക്ഷേ സ്വന്തം മകളെ വേണ്ടെന്ന് വെക്കാൻ ജേഡിക്ക് പറ്റുമല്ലോ? അത് ചിലപ്പോൾ പറ്റത്തില്ല. അതിനെന്നതാ, മോളെ ഏറ്റെടുത്തോട്ടെ. എന്നിട്ട് അവളുടെ അച്ഛനും അമ്മയും ജെ.ഡി. സാറും നാദര കുഞ്ഞും ആയാൽ മതി. ആ കൊച്ചിൻ്റെ തള്ള ഇതേവരെ ഒറ്റത്തടിയായിട്ടല്ലയോ ജീവിച്ചത്. ഓരെങ്കിലും ഇപ്പം പ്രാന്ത്. അതങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളൂ അമ്മാമ്മേ. ഗീതയോടുള്ള ദേഷ്യത്തിന് ജേഡി ചിലപ്പോൾ അങ്ങനെ കരുതിയേക്കും. പക്ഷെ പെറ്റമ്മയെ വേണ്ടെന്ന് വെക്കാൻ ആ കൊച്ചിന് പറ്റുമോ? പറ്റാതിരിക്കാൻ എന്താ? അച്ഛനെ കിട്ടാൻ വേണ്ടി പെറ്റമ്മയെ ഓർക്കാതല്ലേ ആ കൊച്ചിങ്ങോട്ട് വന്നതും ഇവിടുന്ന് പോയതും ഒക്കെ. അപ്പം പിന്നെ ജെ.ഡി. സാർ പറഞ്ഞാൽ അവൾ എന്നാ വേണേലും ചെയ്യും. നാദര കുഞ്ഞിന് വേണ്ടി ജെ.ഡി. സാർ അത് പറയുകയും ചെയ്യും. ഇല്ല എൽദോ, അത്രയ്ക്ക് ദുഷ്ടനാവാൻ ജേഡിയെ നാദരമോള് സമ്മതിക്കത്തില്ല. ആരെയും നോവിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാ എൻ്റെ മോള്. ഇത്രയൊക്കെ അവൾ ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. ഇനി അങ്ങോട്ടും അവളുടെ മനസ്സ് പോലെ തന്നെ അങ്ങ് നടക്കട്ടെ. അപ്പോൾ സ്വന്തം ജീവിതം ദാനം ചെയ്ത് നാദര കുഞ്ഞ് വഴിയാധാരമായി പോട്ടെന്നാണോ അമ്മാമ്മയെ പറയുന്നത്? വഴിയാധാരമൊന്നും ആവത്തില്ല എൽദോ. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നവർ മാലാഖമാർക്ക് തുല്യമാണ്. ചിലപ്പോൾ ഗീതയുടെ ജീവിതം കാക്കാൻ കർത്താവ് നിയോഗിച്ച കാവൽ മാലാഖയുടെ ജന്മമായിരിക്കാം എൻ്റെ മോളുടേത്. ഗീതയ്ക്കിപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ ജേഡിയും ഗീതയുമായുള്ള കൂടിക്കാഴ്ച ഒരു പരീക്ഷണമായിരിക്കുന്നു. ഇത്ര കടുത്ത ഡോസിൽ എനിക്ക് ഇതുവരെ ഒരു രോഗിക്കും ഇഞ്ചക്ഷൻ നൽകേണ്ടി വന്നിട്ടില്ല. ഈ ഒരു മയക്കം കൊണ്ട് ഗീത നോർമലാവും തോന്നുന്നുമില്ല. എടുത്തു ചാടിയുള്ള നാദരയുടെ തീരുമാനമാണ് ഇതിനൊക്കെ കാരണം. ഡോക്ടർ, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. മനസ്സിനെ മനസ്സുകൊണ്ട് ചികിത്സിക്കുന്ന സ്ഥലമാണിതെന്നറിയാമല്ലോ. രോഗിയുടെ മനസ്സിന് ഉൾക്കൊള്ളാനാവാത്തതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. അതിനാരെയും അനുവദിക്കാറുമില്ല. ഐ എം സോറി ഡോക്ടർ. ഇന്ന് തന്നെ ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ജേഡിയെ ഇവിടെ പിടിച്ചു നിർത്താൻ ഞാൻ വേറെ മാർഗമൊന്നും കണ്ടില്ല. അതാ ഞാൻ ഇങ്ങനെയൊക്കെ. ജേഡി ചിലപ്പോൾ നിന്നേക്കാം. പക്ഷേ ഗീതയുടെ മനസ്സ് വീണ്ടും പിടിവിട്ടു പോയില്ലേ? വർഷങ്ങൾക്ക് ശേഷം ജയദേവനെ ഗീത കണ്ടു. അത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് അറിയും മുമ്പ് അയാൾ കടന്നു പോവുകയും ചെയ്തു. ഇതൊരു സ്വപ്നമായിരുന്നെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴേക്കും മനസ്സ് നോർമലാവുമായിരുന്നു. ഇതല്ല, യഥാർത്ഥമായ കാഴ്ചയാണ്. മറ്റൊരു കാഴ്ചയിലൂടെ മനസ്സ് കൈവിട്ടു പോയ ഒരാളോട് സാമാന്യ ബോധം പോലുമില്ലാതെയാണ് ജേഡി പെരുമാറിയത്. ജേഡിയുടെ അപ്പോഴത്തെ ഒരു മാനസിക നിലയും കൂടെ മനസ്സിലാക്കിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതുകൊണ്ടൊന്നും രോഗിയുടെ മനസ്സ് നേരെയാവില്ലല്ലോ. ഭാര്യയായിരുന്നു എന്ന പരിഗണന വേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു മനോരോഗിയോട് കാണിക്കാവുന്ന ദയയും മര്യാദയും ജേഡിക്ക് പാലിക്കാമായിരുന്നു. ആ തെറ്റിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. നിങ്ങൾക്കിനി ഒന്നും ചെയ്യാനാവില്ല. ഇതുവരെ ചെയ്തതൊക്കെ പാഴായി പോവുകയും ചെയ്തു. ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ജേഡിക്ക് മാത്രമാണ്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ നാദ്രയ്ക്ക് കഴിയുമോ? എങ്കിൽ അത് ചെയ്യൂ.
ജയദേവനെ കണ്ടതിന് ശേഷമുള്ള ഗീതയുടെ വിഭ്രാന്തി ജയദേവനെ കൊണ്ട് മാത്രമേ മാറ്റാൻ കഴിയൂ. അയാളുടെ സാമീപ്യം കൊണ്ടുള്ള ചികിത്സയെ എനിക്കും ഇനി ചെയ്യാനുള്ളൂ. ദാ. അമ്മാമേ, ജേഡി ഇതുവരെ വന്നില്ല അമ്മാമേ. ഇല്ലല്ലോ മോളെ. അതെന്നതാ, നിങ്ങൾ ഒരുമിച്ചല്ലയോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഗീതയെ കണ്ട ഉടനെ അവളെ അവഗണിച്ച് ജേഡി ഇറങ്ങിപ്പോയി. അത് സഹിക്കാൻ പറ്റാതെ ഗീതയുടെ സമനില പൂർണ്ണമായും കൈവിട്ട അവസ്ഥയില. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത പോലെ അവള് വയലന്റായി. ജേഡി തിരിച്ചു കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഇല്ലെങ്കിൽ ഗീത തന്നെ നഷ്ടമായെന്ന് വരും. എന്റെ കർത്താവേ, എന്നിട്ട് ജേഡി എങ്ങോട്ടാണോ പോയത്? എനിക്കറിയത്തില്ല അമ്മമ്മേ. ഡോക്ടർ വന്നിട്ട് പോകാവൂന്ന് ഞാൻ കാല് പിടിക്കും പോലെ പറഞ്ഞിട്ടും കേട്ടില്ല. ഇനിയിപ്പോ ഞാൻ എവിടെ ചെന്നൊന്ന് അന്വേഷിക്കുന്നേ? ഇപ്പം നീ എവിടെയും ചെന്ന് അന്വേഷിക്കണ്ട. ആദ്യം എന്റെ മോളെ അകത്ത് ചെന്നിരുന്ന് ഇത്തിരി വിശ്രമിക്ക്. ജേഡി ഇങ്ങ് വരും. അതല്ല അമ്മമ്മേ, ജേഡിയെ തിരിച്ചു കൊണ്ടില്ലാതെ ഗീത നോർമൽ ആവില്ലെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അതിന് കുഞ്ഞനാഥന് അത്ര വെപ്രാളപ്പെടുന്നേ? ജേഡി സാറിന് വേണ്ടാത്ത ഗീതയെ കുഞ്ഞനാഥനാ. അതെ, എൽദോനോട് ഞാനൊക്കെ പറഞ്ഞു. ഇവിടെ നടക്കുന്ന സകലതിനും സാക്ഷിയല്ലേ ഇവൻ. ഇനിയും ഇവനിൽ നിന്ന് ഒളിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. കുഞ്ഞൊന്ന് നിന്നേ. കുഞ്ഞിനെ ഉപദേശിക്കാനും മാത്രം ഞാൻ ആരുമല്ല. എന്നാലും കുറച്ചു കാലത്തെ അടുപ്പം കൊണ്ട് പറയുമ്പോൾ ഗീതയെ കണ്ടപ്പോൾ ജേഡി സാറിന് ഇറങ്ങിപ്പോകാൻ തോന്നിയത് കുഞ്ഞിനെ ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ളൊരു തെളിവാ. ദൈവത്തിൻ്റെ ആ കൈ കുഞ്ഞായിട്ടിനെ തട്ടിക്കളയരുത്. പാവങ്ങളോടൊപ്പം നിൽക്കാത്ത ദൈവത്തില് എനിക്ക് വിശ്വാസം നഷ്ടപ്പെടുക. ദൈവത്തിന്റെ കണ്ണിൽ പാപം നീയാണെങ്കിലോ? നിനക്ക് തന്നത് നീ ആർക്കും ദാനം ചെയ്യണ്ടെന്നാവും അവിടുത്തെ തീരുമാനം. പക്ഷെ മനസ്സുകൊണ്ട് ഞാനത് എന്നെ നൽകി കഴിഞ്ഞു അമ്മമ്മേ. ഇനി ഞാനത് തിരിച്ചെടുക്കില്ല, ഒരിക്കലും. കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടി പെരിയാറിൻ തീരത്ത് പേരാലിൻ തണലത്ത് മുരളിയുമോതി ചെന്നിരുന്നു കണ്ണൻ. മുരളിയുമോതി ചെന്നിരുന്നു. ഗുരുവായൂരുള്ളൊരു കണ്ണനെന്നൊരു ദിനം കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടി. ഗുരുവായൂരുള്ളൊരു കണ്ണനെന്നൊരു ദിനം കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടി. ഇതാണ് എൻ്റെ മകള് ഗീത. മോളെ, ഇത് ജയദേവൻ, ഇന്നത്തെ അതിഥി. ആട്ടെ, എന്ത് ജോലിക്കാ ഇന്റർവ്യൂ? KBM കോളേജിൽ ലെക്ചറാ. ആഹാ, അപ്പോ ഇനി മുതൽ ജയദേവൻ മാഷാവും. അതിന് ജോലി കിട്ടണം. അതൊക്കെ കിട്ടും മാഷേ. എന്റെ അച്ഛന് മാഷെ പറ്റി വലിയ അഭിപ്രായ. നല്ല അറിവുള്ള ചെറുപ്പക്കാരനാന്നാ പറയാറ്. അതിന് ഗീതയുടെ അച്ഛനല്ലോ ഇന്റർവ്യൂ ബോർഡിൽ. ആട്ടെ, മാഷിന്റെ നാളെന്താ? എന്തിനാ? ഭഗവാൻ ഒരു വഴിപാട് കഴിക്കാം, അപ്പൊ ജോലി ഉറപ്പാവും. എല്ലായിടത്തും ഉള്ള ആളാ ഭഗവാൻ, അപ്പോ ഇന്റർവ്യൂ ബോർഡിലും ഉണ്ടാവും.
എനിക്ക് ശമ്പളം കിട്ടി, ആദ്യത്തെ ശമ്പളം. ഭഗവാനെ, അപ്പൊ ഒരു വഴിപാട് കഴിക്കാം. അതിനാ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടുത്തെ അമ്പലത്തിലല്ല, ഗുരുവായൂരപ്പനാ. ഞാൻ നേർന്നതാ ദേവേട്ടിനു വേണ്ടി. അത് കഴിക്കാം. അതിനു മുമ്പ് ഞാൻ നേർന്നൊരു വഴിപാടുണ്ട്. നാട് വിട്ടോടാനും തീവണ്ടിക്ക് തലവയ്ക്കാനും ആലോചിച്ച എന്നെ ഈ മണ്ണിൽ പിടിച്ചു നിർത്തിയ ഭഗവതിക്ക്. അതാരാ? നമ്മുടെ മല്ലൂർക്കാവിലമ്മയാണോ? അല്ല, ആ ഭഗവതിയുടെ പേര് ഗീതാ വാരസ്യാർ. എന്തൊക്കെ വിഡ്ഢിത്തായി പറയണത്? ശമ്പളം കിട്ടിയപ്പോ സമനില തെറ്റിയോ? എനിക്ക് ജോലി വാങ്ങി തന്നത് നീയല്ലേ? ആദ്യ ശമ്പളത്തിൽ നിന്നും ആദ്യ വഴിപാട് നിനക്ക്. സ്വീകരിച്ചാലും. ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ്. ഭഗവാനെ, സന്തോഷായി ദേവേട്ട. ഇത്രയ്ക്ക് സൽബുദ്ധി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ജയദേവ, നീ എന്താ ഇവിടെ? വരേണ്ടി വന്നു. ഒരു കാര്യം അറിയാം. അല്ലെങ്കിൽ വിശ്വേട്ടൻ എവിടെയുണ്ട് എന്നറിഞ്ഞാലും മതി. എനിക്കറിയില്ല. ഒന്ന് കാണാൻ കൊതിയായിട്ട് ഈ വഴിക്ക് വരാൻ തോന്നിക്കണേന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു കഴിയാ ഞാനും. ഞാൻ ചിലത് ചോദിച്ചാൽ സത്യസന്ധമായി മറുപടി തരാൻ പറ്റൂ? ദേവ, ഞാൻ നിന്നോട് സത്യവിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് പിന്നീട് നിനക്ക് മനസ്സിലാവും. ഇപ്പോഴെന്താ അറിയണ്ടേ? ഈ മുറ്റത്ത് വന്ന നിന്നോട് ഞാനൊന്നും ഒളിക്കില്ല. മെന്റൽ ക്ലിനിക്കിൽ ചെന്ന് ഇഷയുടെ അമ്മയെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഗീതയെ. എന്നെ കണ്ടപ്പോ മകളുടെ ഫോട്ടോയെ നോക്കി അച്ഛൻ വന്നു എന്ന് ഗീത പറയുന്ന കേട്ടു. എന്താ അതിന്റെ അർത്ഥം? നീ ഒരുപാട് പഠിപ്പും വിവരമുള്ളവനല്ലേ ജയദേവ, വലിയ എഴുത്തുകാരൻ. എന്നിട്ടും നിനക്കിതുവരെ ഒന്നും മനസ്സിലായില്ലേ? അറിഞ്ഞതും പഠിച്ചതും സങ്കല്പങ്ങളുമായി ചേർത്ത് കടലാസിൽ പകർത്തും പോലെയല്ല ജീവിതം. അറിയാൻ വൈകുന്ന സത്യങ്ങൾ ഉൾക്കൊള്ളാൻ മതിയായ തെളിവുകൾ വേണം. ഓഹോ, അപ്പോ തെളിവുകൾ അന്വേഷിച്ച് വന്നതാണോ നീ? എങ്കിൽ ഗീതയെ കണ്ടപ്പോ അവള് പറഞ്ഞതെന്തോ അത് തന്നെ ഏറ്റവും വലിയ തെളിവ്. മുഴുഭ്രാന്തിയായാലും നൊന്തു പെറ്റ കുഞ്ഞിന്റെ അച്ഛനെ ഒരു പെണ്ണിന് മാറിപ്പോവില്ല ജയദേവ. മതി, ഞാൻ കണ്ടെത്തിക്കൊള്ളാം വിശ്വട്ടിനെ. ഞാനെന്നറിഞ്ഞ നുണയായാലും നേരായാലും എനിക്ക് ചോദിക്കാനുള്ള ആ മുഖത്ത് നോക്കിയ ആ ചോദ്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാനായി വരില്ല. എനിക്ക് താങ്ങാനാവും. വിശ്വേട്ടിന് വേണ്ടി നിന്നെ ഇതുവരെ സഹിച്ചത് ഞാനല്ലേ? വിശ്വേട്ടിന് രഹസ്യബന്ധത്തിലുണ്ടായ മകളിലെ ജിഷ എന്ന് പോലും നീ ഒരിക്കൽ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചില്ലേ? അത്രയും ചിലപ്പോ ആ മനുഷ്യന് താങ്ങാനായിന്ന് വരില്ല. അതുകൊണ്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ തന്നെ സഹിച്ചോളാം. എങ്കിൽ പറ, ജിഷ എന്റെ മകളാണെങ്കിൽ എന്തുകൊണ്ട് ആ സത്യം നിങ്ങൾ ആരും എന്നോട് പറയാൻ ധൈര്യപ്പെടില്ല? നിന്നോടത് പറയാൻ തന്നെയാ വിശ്വട്ടിന് ആദ്യം വന്നത്. പക്ഷേ നിനക്കപ്പോഴും ഗീതയോട് അടങ്ങാത്ത വെറുപ്പാണെന്ന് അറിഞ്ഞപ്പോ മോളെ നീ അംഗീകരിച്ചില്ലെങ്കിലോ എന്ന് തോന്നി. പിന്നെ പെട്ടെന്ന് മോളുടെ കാര്യം പറഞ്ഞ് നിന്റെ നാദരയുടെ ജീവിതം തകർക്കണ്ടെന്നും കരുതി. മോൾക്കാണെങ്കി അച്ഛൻ്റെ അടുത്തെത്തണമെന്നുള്ള വാശി. അങ്ങനെയാ ഞങ്ങളുടെ ജിഷ മോളാണെന്ന് പറഞ്ഞ് നിന്റെ ജയമോളെ വിശ്വട്ടൻ അവിടെ കൊണ്ട് ഏൽപ്പിച്ചത്.
ഇപ്പോഴും വിശ്വാസമായില്ലെങ്കിൽ എല്ലാം അറിയുന്ന ഈ കാര്യങ്ങളൊക്കെ നിന്നേക്കാൾ മുമ്പ് നിഷേധിക്കേണ്ടിയിരുന്ന ഒരാളുണ്ട്, നാദര. ബാക്കി അവള് പറഞ്ഞു തരും. അവളുടെ വാക്കല്ല എന്റെ ജീവിതം. എനിക്ക് വേണ്ടിയല്ല, ഗീതയ്ക്കും മകൾക്കും വേണ്ടി അവളിപ്പോ ജീവിക്കുന്നു. എങ്കിലും ഞാൻ ചോദിക്കും, എനിക്കറിയണം ജിഷ എന്റെ മകളാണെന്ന് അവൾ വിശ്വസിക്കാനുള്ള കാരണങ്ങൾ. ഞാൻ ചോദിക്കും.